കൊച്ചി സ്റ്റേഡിയം നവീകരണ വിവാദത്തിൽ സ്പോൺസർ കമ്പനിയുമായി GCDAയ്ക്കുള്ള കരാറിന്റെ പകർപ്പ് ലഭ്യമാക്കണമെന്ന ആവശ്യം കൂടുതൽ ശക്തമാവുകയാണ്. ഇന്നലെ ന്യൂസ് 18 തന്നെയാണ് ഈ വാർത്ത പ്രേക്ഷകരുമായി പങ്കുവച്ചത്. കോൺഗ്രസിൽ നിന്ന് കൂടുതൽ ആവശ്യമായിരുന്നു. ഹൈബി ഈഡൻ MP ആവശ്യം ഉന്നയിക്കുന്നുണ്ട്. ദുരൂഹ ഇടപാട് നടന്നിട്ടുണ്ട്. സ്പോർട്സ് കേരള ഫൗണ്ടേഷൻ നവീകരണ പ്രവർത്തനത്തിലുള്ള പങ്ക് എന്താണെന്ന് വ്യക്തമാക്കണം. ഡിസംബറിലെ ISL മത്സരങ്ങൾ സംഘടിപ്പിക്കാൻ സ്റ്റേഡിയം സജ്ജമാകുമോ എന്ന ആശങ്ക കൂടി ഉയരുകയാണ്. അർജന്റീന മത്സരം നടക്കാത്ത സാഹചര്യത്തിൽ സ്പോൺസർക്ക് സ്റ്റേഡിയത്തിലുള്ള അവകാശങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്ന ചോദ്യങ്ങൾ അവർ ഉന്നയിക്കുന്നു. ഈ ചോദ്യങ്ങൾ ഉന്നയിച്ച് ഹൈബി ഈഡൻ GCDAയ്ക്ക് കത്തയക്കുകയും ചെയ്തിട്ടുണ്ട്. അവർ കേരള സർക്കാരിന്റെ കീഴിൽ ടർഫുകൾ ഉണ്ടാക്കാനും സ്റ്റേഡിയങ്ങൾ ഉണ്ടാക്കാനുമുള്ള തട്ടിക്കൂട്ടിയ ഒരു ഓർഗനൈസേഷനാണ്. ആ ഓർഗനൈസേഷൻ ഇതിന് പര്യാപ്തമാണോ? അവരുമായി എന്ത് എഗ്രിമെന്റാണ് കരാറുകാരൻ ഏർപ്പെട്ടിട്ടുള്ളത്? അതുപോലെ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ ഉയരുന്നുണ്ട്. ഇത് സംബന്ധിച്ച ഇതിന്റെ ഓണർഷിപ്പിനെ സംബന്ധിച്ച് ഇത് ഇത്ര ദിവസം സ്പോൺസർക്ക് സ്റ്റേഡിയം വിട്ടു നൽകും തുടങ്ങി ഒരുപാട് ആശങ്കകൾ മാധ്യമങ്ങളിൽ വരുന്നത് തന്നെ ഞങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഓർഗനൈസേഷൻ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് കരാറിൽ ഏർപ്പെട്ടത്? ഞാൻ പറഞ്ഞല്ലോ, നാളെ ഒരു വലിയ ഡീലായിട്ട് വേറൊരാൾ വരികയാണ്. ഞങ്ങൾ ഈ സ്റ്റേഡിയം ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഫുട്ബോളും ക്രിക്കറ്റും എല്ലാം നടത്താനാണ്. ക്രിക്കറ്റ് ഇല്ല, ഇനി ഫുട്ബോളിന് വേണ്ടി മാത്രമാണ്. ഇത് പൊളിച്ചു പണിയേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്കിലും ഒരാൾ വരികയാണ്, ഞാൻ ഒരു 250 കോടി രൂപ തരാം, ഈ സ്റ്റേഡിയം ഞാൻ പുതുക്കി പണിയാം എന്ന് പറഞ്ഞാൽ, നമ്മൾ മെസ്സി ഒരു മാസത്തിനകം വരുമെന്ന് പറഞ്ഞ് ഒരു കേരളത്തിന്റെ ഇക്കോണമിയെ, സ്റ്റേഡിയത്തിന്റെ വളർച്ചയെ, കൊച്ചിയുടെ വളർച്ചയെ, ലോകം മുഴുവൻ ആരാധിക്കുന്ന മെസ്സിയെ കാണാൻ 10,000-കണക്കിന് ആളുകൾ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിച്ചിട്ടാണ് നമ്മൾ ആരും മിണ്ടാതിരുന്നത്. പക്ഷേ ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഷെയ്ഡി ഡീൽ ഇതിന്റെ പിന്നിൽ നടന്നിട്ടുണ്ട് എന്നുള്ള സംശയമാണ് ഞങ്ങൾക്കുള്ളത്. അതുകൊണ്ട് ഈ വിഷയങ്ങൾ വ്യക്തമാക്കി, അപ്പോ ഈ സ്റ്റേഡിയം ഇനി പുതുക്കി പണിയാൻ ആരെങ്കിലും വന്നാൽ അവർക്ക് കൊടുക്കുക, അങ്ങനെയുള്ള ഒരുപാട് ചോദ്യങ്ങൾ, എല്ലാ നിബന്ധനകളും മറികടന്നുകൊണ്ട്, എല്ലാ പ്രോട്ടോകോളുകളും തെറ്റിച്ചുകൊണ്ടിട്ടാണ് ഈ കരാറുകാരന് ഈ സ്റ്റേഡിയം പണിയാൻ കൊടുത്തത്. ഇപ്പൊ മെസ്സി വരുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ മതിൽ കെട്ടുകയാണ്. അപ്പൊ ചില ആൾക്കാർ ചോദിച്ചു, ഞങ്ങൾക്ക് ലീസിന് തന്നിട്ടുള്ള ഭൂമിയുണ്ട് ഇവിടെ, അപ്പൊ അവിടെ എങ്ങനെയാ മതിൽ കെട്ടാൻ പറ്റുന്ന? കോടതിയിൽ കേസ് ഉള്ളതാണ്. അപ്പൊ മെസ്സി വരുന്നതല്ലേ, അത് കെട്ടിക്കോട്ടെ എന്ന് ഞങ്ങളും പറഞ്ഞു. പക്ഷെ അദ്ദേഹം കോടതിയിൽ പോയി, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ കോടതിയിൽ പോയി, അവർക്ക് ഇപ്പൊ അഡ്വക്കേറ്റ് കമ്മീഷൻ വെച്ച് അത് അന്വേഷിപ്പിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ നിരന്തരമായ വയലേഷനുകൾ, ഞാൻ പറഞ്ഞല്ലോ, മരങ്ങൾ മുറിക്കുന്ന കാര്യത്തിലാണെങ്കിലും ഗ്രൗണ്ട് റിനോവേഷൻ നടത്തുന്ന കാര്യത്തിലാണെങ്കിലും, ഇനി ഇപ്പൊ കൊച്ചിയിൽ കളി നടക്കുന്നില്ല എന്ന് പറയും, ഇനി കൊച്ചിയിലായിരിക്കില്ല കളി നടക്കില്ല എന്ന് പറയും. അപ്പോ ഈ പ്രവർത്തനങ്ങൾ പാതി വഴി ഉപേക്ഷിക്കും. പണ്ട് AR റഹ്മാന്റെ കൺസേർട്ട് നടത്തുന്നു എന്ന് പറഞ്ഞിട്ട് കുറെ ആളുകൾ പണം പിരിക്കുമായിരുന്നു. അതായത് അടുത്ത വർഷം AR റഹ്മാൻ വരും, അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇത്ര രൂപയുടെ സ്പോൺസർഷിപ്പ് എക്സ്പെക്ട് ചെയ്യുകയാണെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പൈസ മേടിച്ച് അവസാനം AR റഹ്മാന്റെ ഷോ ലാസ്റ്റ് മൂമെന്റ് ക്യാൻസൽ ചെയ്യുന്ന ഒരുപാട് വാർത്തകൾ. ഒരിടയ്ക്ക് ഒരു ബിസിനസ് പ്രപ്പോസലായിരുന്നു AR റഹ്മാന്റെ ഷോ നടത്തുക എന്നുള്ളത്. ഇപ്പൊ GCDA എക്സിക്യൂട്ടീവ് കൌൺസിൽ തീരുമാനിച്ചിട്ടുള്ളത് കായികേതര പരിപാടികൾക്കും കൂടി ഈ സ്റ്റേഡിയം വിട്ടു നൽകും എന്നുള്ളതാണ്. അങ്ങനെ കായികേതര പരിപാടികൾക്ക് വിട്ടു നൽകാൻ അനുയോജ്യമായ രീതിയിലാണോ ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ഇതെല്ലാം ഞങ്ങളുടെ മുമ്പിൽ ചോദ്യങ്ങളാണ്, ജനങ്ങളുടെ മുമ്പിൽ ചോദ്യങ്ങളാണ്. ആ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ കേരള ഗവൺമെന്റ്, കായിക മന്ത്രി, അതുപോലെ തന്നെ GCDA തയ്യാറാവണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഇതാണ് ഹൈബി ഈഡൻ ഉന്നയിക്കുന്ന ആക്ഷേപം. ഹൈബി ഈഡൻ അടക്കം ഇന്നലെ തന്നെ കോൺഗ്രസിന്റെ നേതാക്കൾ ഈ വിഷയം ഉന്നയിച്ചതാണ്. ആജ്ഞ രവീന്ദ്രൻ നമുക്കൊപ്പം. എന്തായാലും ഈ കരാറിലെ അവ്യക്തതകൾ, അല്ലെങ്കിൽ കരാറിൽ എന്താണ് സംഭവിച്ചത്, എന്തായിരുന്നു കരാർ, ഇക്കാര്യങ്ങൾ വ്യക്തമാക്കണമെന്നതാണ്. കൊച്ചി ജവഹർലാൽ നെഹ്റു
അന്താരാഷ്ട്ര സ്റ്റേഡിയം ഇത് കേരളത്തിൻ്റെ അഭിമാന സ്റ്റേഡിയമാണ്. ആ സ്റ്റേഡിയം കൈവിട്ടു പോകുമോ എന്ന ആശങ്ക കൂടി ഈ വിഷയത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുകയാണ്. തെരഞ്ഞെടുപ്പാണ്, വലിയ രാഷ്ട്രീയ സാധ്യതയുള്ള വിഷയം കൂടിയാണ്. അതുകൊണ്ട് കോൺഗ്രസ് ആഞ്ച് തന്നെ ഈ വിഷയം ഉന്നയിക്കുകയാണ്. ആജ്ഞ, ഇത് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ആക്ഷേപം എന്നത് മാറ്റി നിർത്തിയാൽ, അല്ലെങ്കിൽ അതിൽ ചില വസ്തുതകൾ അവശേഷിക്കുന്നുണ്ടല്ലോ, വസ്തുതകളുണ്ടല്ലോ. കാരണം വ്യക്തമാക്കപ്പെടാത്ത നിരവധി കാര്യങ്ങളുണ്ട്. എന്താണ് ഈ കരാർ? ഈ കരാറിൽ ഇനി എന്താണ് ആ സ്റ്റേഡിയത്തിൽ ഈ സ്പോൺസറുടെ പങ്ക്? അയാൾ എന്ത് ഇടപാടുകളാണ് ഇനി അവിടെ നടക്കുക? അതിനുമപ്പുറം ഡിസംബറിൽ ISL മത്സരം നടക്കേണ്ടതാണ്. ആ മത്സരങ്ങൾ പോലും ഇല്ലാതാകുമോ, അതിനെ ബാധിക്കുമോ എന്ന ആശങ്ക കൂടി നമുക്ക് മുന്നിൽ ഉയരുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഇതുവരെയും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്താൻ ഇതിൻ്റെ ബന്ധപ്പെട്ടവർ തയ്യാറായിട്ടില്ല. GCDക്ക് അടക്കം കടുത്ത അതിർത്തിയും അവ്യക്തതകളും ഇപ്പോഴും ഉണ്ട് എന്നാണ് മനസ്സിലാവുന്നത്. സജിത്ത് സൂചിപ്പിച്ചതുപോലെ ഈ രാഷ്ട്രീയമായിട്ടുള്ള ആരോപണത്തിനും അതല്ലെങ്കിൽ ആശങ്കയ്ക്കും അപ്പുറം കേരളത്തിലെ അതല്ലെങ്കിൽ സ്പോർട്സ് പ്രേമികളുടേതും ജനങ്ങളുടേതുമായ നിരവധി ആശങ്കകളുണ്ട്. ഏത് തരത്തിലാണ് സ്റ്റേഡിയം കൈമാറിയിട്ടുള്ളത്? സ്പോൺസർക്ക് ഇതിലുള്ള അവകാശം എന്താണ്? ഇപ്പോൾ അത് ഏകദേശം അതായത് മെസ്സി വരില്ല എന്നൊരു സാഹചര്യം എത്തിയപ്പോൾ ഈ റെനോവേഷന് ഈ സ്പോൺസർ ഏത് സാഹചര്യത്തിലാണ് റെനോവേഷന് വിട്ടുകൊടുത്തിട്ടുള്ളത്? തുടർന്നും അതിനുള്ള അവകാശം സ്പോൺസർക്ക് ഉണ്ടാകുമോ? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട് സ്പോൺസർക്ക് കരാർ നൽകിയതുമായി ബന്ധപ്പെട്ട് പാലിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ വ്യക്തമായി പാലിച്ചിട്ടുണ്ടോ? അത് എന്തൊക്കെയാണ്? ഏതൊക്കെ തരത്തിലാണ്, ഏതൊക്കെ ഡീലുകളാണ് ഈ സ്പോൺസറുമായി വെച്ചിട്ടുള്ളത്? ഇത്തരം കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെയാണ് ഹൈബി നേരത്തെ GCDA ചെയർമാൻ ഒരു കത്ത് അയച്ചിരുന്നു. ആ കത്തിന് ശേഷമാണ് ഹൈബി മാധ്യമങ്ങളോട് കത്തയച്ചതിന് ശേഷം കത്തിൽ ഇത്തരം നിരവധി ചോദ്യങ്ങളുണ്ട്. അതിനുശേഷമാണ് അല്പം മുമ്പ് ഹൈബി ഈഡൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. സ്പോർട്ടിംഗ് ഇവന്റിനപ്പുറം ഇതൊരു ബിസിനസ് ഡീലായി മാറ്റിയിട്ടില്ല എന്ന് തന്നെയാണ് പ്രധാനപ്പെട്ട ചോദ്യം. കാരണം ഇത് നമുക്ക് നേരത്തെ കേൾക്കുന്നതും മെസ്സി വരുന്നതുമായി ബന്ധപ്പെട്ടുള്ള ടിക്കറ്റിന്റെ, അതായത് ടിക്കറ്റ് വിൽക്കാൻ ഉൾപ്പെടെയുള്ള അതിന്റെ വില എത്രയാണ് എന്നുള്ള തരത്തിലുള്ള വാർത്തയും അതുമായി ബന്ധപ്പെട്ടുള്ള ട്രോളുകളും ഒക്കെ നമ്മൾ കേട്ടതാണ്. അത് ഏത് തരത്തിലേക്ക് അതിനെ ഒരു ബിസിനസ് ഡീലായിട്ട് ഉയർത്താൻ ശ്രമിക്കുന്നു എന്നുള്ളതിന്റെ ഒരു സാഹചര്യം കൂടിയാണ്. ഇതിന് ഉള്ളിൽ ഒരു ഷെയ്ഡി ഡീലുണ്ട്, അതാണ് വ്യക്തമാക്കേണ്ടത്. അതിനെപ്പറ്റി ഇനിയും വ്യക്തമായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് ഈ ആന്റോ അഗസ്റ്റിൻ വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ വിശദാംശങ്ങൾ ചോദിച്ച ആളുകളോട് നിങ്ങൾ RTI എടുത്തിട്ട് അതിന് വിവരാവകാശം തേടിയ ശേഷം നിങ്ങൾ വിവരങ്ങൾ അറിഞ്ഞാൽ മതി എന്നുള്ള തരത്തിലുള്ള നിലപാടായിരുന്നു അദ്ദേഹം സ്വീകരിച്ചത്. എന്തായാലും മാർച്ച് കഴിഞ്ഞാലും ഇനി സ്റ്റേഡിയത്തിൽ സ്പോൺസറുടെ റോൾ എന്താണ് എന്നാണ് പ്രധാനപ്പെട്ട ചോദ്യമായി അവശേഷിക്കുന്നത്. അങ്ങനെയാണ് ഇതിന് കായിക മന്ത്രാലയം മറുപടി പറയണം, GCDA മറുപടി പറയണം, സംസ്ഥാന സർക്കാർ മറുപടി പറയണം തുടങ്ങിയ ആവശ്യങ്ങളാണ് ഹൈബി മുന്നോട്ട് വയ്ക്കുന്നത്. മാത്രമല്ല, ഈ അർജന്റീനിയൻ ടീമും മെസ്സിയും വരുന്നതുമായി ബന്ധപ്പെട്ട് കലൂർ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ ഏതൊക്കെ തരത്തിലുള്ള നടപടിക്രമങ്ങൾ പാലിച്ചിട്ടുണ്ട്, ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടുള്ള ഡീലുകൾ എന്തൊക്കെയാണ്, സ്റ്റേഡിയം അനിശ്ചിതത്തിലാകുമ്പോൾ ഇനിയുള്ള ലീഗ് മാച്ചുകൾ എങ്ങനെ നടക്കുമെന്നുള്ളൊരു ചോദ്യം കൂടി. എന്തായാലും ബ്ലാസ്റ്റേഴ്സുകളുടെ ഹോം ഗ്രൗണ്ട് വിടാനുള്ള നീക്കത്തിലേക്കാണ് എന്നാണ് കേൾക്കുന്നത്, കോഴിക്കോടേക്ക് മാറ്റുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ അതായത് സ്റ്റേഡിയത്തിന് ചുറ്റുമുള്ള മരങ്ങൾ മുറിച്ചു മാറ്റുന്നു, മതിൽ കെട്ടുന്നു, ഇത്തരം കുറെ അതായത് നിയമവിരുദ്ധമായി കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ മരങ്ങൾ മുറിച്ചു മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ, അതിന് നടപടിക്രമങ്ങളൊക്കെ ആത്യന്തികമായി ഈ സ്റ്റേഡിയം GCDAയുടെ ചുമതലയിലുള്ളതാണ്, അവരുടെ ഉടമസ്ഥതയിലുള്ളതാണ്. അപ്പോൾ ഈ താൽക്കാലിക ഇവന്റുകൾക്കപ്പുറം GCDA അവരുടെ പ്രോപ്പർട്ടിയിൽ നടക്കുന്ന ഈ നീക്കങ്ങളിൽ ഒരു മറുപടി പറയേണ്ടതുണ്ടല്ലോ. പ്രധാനമായും GCDA CPM ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനമാണ് അവിടെയുള്ളത്. അവർക്കടക്കം ചില അവ്യക്തതകൾ ഇക്കാര്യത്തിൽ ഉണ്ടെന്ന് വേണം മനസ്സിലാക്കാൻ. ഇന്നലെ GCDAയുടെ ഗവേണിംഗ് കൗൺസിൽ അംഗമായ PV ശ്രീനിധൻ MLA തന്നെ ഇതിൽ അവ്യക്തതകളും സുതാര്യതക്കുറവുമൊക്കെ അദ്ദേഹം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. നമുക്ക് GCDA പ്രസിഡന്റ് ചന്ദ്രൻപിള്ളയിൽ നിന്നും ഒരു പ്രതികരണം ഔദ്യോഗികമായി ഇക്കാര്യത്തിൽ പ്രതീക്ഷിക്കണോ, അങ്ങനെ ഉണ്ടാകുമോ? അല്പസമയത്തിനകം ഉണ്ടാകും സജിത്ത്. കാരണം ഈ ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ നേരത്തെ തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരുന്നു. അത് അല്പസമയത്തിനുള്ളിൽ നമ്മൾ അദ്ദേഹത്തിനടുത്ത് എത്തുകയും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണം ഉണ്ടാവുകയും ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ, അധികം താമസിയാതെ തന്നെ GCDA ചെയർമാൻ ഈ വിഷയത്തിൽ ഒരു കൃത്യമായ ഒരു ക്ലാരിറ്റി ഉണ്ടാകുമെന്നാണ്
മനസ്സിലാകുന്നത് അങ്ങനെയാണ്. എന്നിരുന്നാലും എത്ര ദിവസമാണ് സ്പോൺസർക്ക് സ്റ്റേഡിയം വിട്ടുകൊടുത്തു എന്നുള്ള ചോദ്യം വീണ്ടും അവശേഷിക്കുന്നുണ്ട്. അത് മാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട ഡീലുകളുടെ കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല. അതെല്ലാം വ്യക്തമാക്കാൻ GCDAയ്ക്കും സംസ്ഥാന സർക്കാരിനും കായിക മന്ത്രിക്കും ഉത്തരവാദിത്തമുണ്ട് എന്ന് തന്നെയാണ് ഹൈബിയുടെ MP പറഞ്ഞു വെച്ചത്. എന്തായാലും മെസ്സിയുടെ സന്ദർശന വിവാദത്തിൽ തുടർ വാർത്തകളാണ് വരുന്നത്. ഇത് കോൺഗ്രസ് അടക്കം ഉന്നയിക്കുന്ന വലിയ ആക്ഷേപമുണ്ട്. അതിനപ്പുറം ഇതിന് വലിയ പ്രസക്തിയുള്ള വിഷയങ്ങൾ കൂടിയാണ്. കൊച്ചി അന്താരാഷ്ട്ര സ്റ്റേഡിയത്തെ കൈമാറ്റത്തിൽ ഇതിന് നവീകരണത്തിന് ചുമതല നൽകിയപ്പോൾ ഇനി ഇതെന്താണ് ഈ കരാറിലെ വ്യവസ്ഥകൾ? ഇത്ര അധികം പണം അവിടെ മുടക്കി എന്ന് പറയുന്ന സ്പോൺസർ ഇനി എന്ത് ഇടപെടൽ അവിടെ നടത്തും? ISL മത്സരങ്ങൾ മുടങ്ങും? അങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. GCDA ബന്ധപ്പെട്ടവർ മറുപടി പറഞ്ഞേ തീരൂ.